അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും റഹ്മാനും റഹീമുമായ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ദീന് പഠിക്കുന്ന ഒരു സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു നമ്മുടെ നിയ്യത്തുകൾക്ക് തക്കതായ പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കയിൽ ഖുറൈശികളായ ആളുകൾ മഹാനായ സ്വഹാബി ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനെ ബന്ദിയായി കൊണ്ട് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. മഹാന്മാരായ ചില സ്വഹാബത്തൊക്കെ പറയുന്നുണ്ട്, ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനെ മക്കയിലെ മുശ്രിക്കീങ്ങൾ ബന്ധനസ്ഥനാക്കി കയ്യിലും കാലിലൊക്കെ ചെങ്ങലയിൽ ബന്ധിസ്ഥനാക്കിക്കൊണ്ട് തൻഈമിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ തൻഈമിൻ്റെ മുകളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന സമയത്ത് ഇരുഭാഗത്തായി ഒരുപാട് ആളുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. അവരൊരുപാട് കല്ലുകൾ ആ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് വലിച്ചെറിയുന്നുണ്ട്, ശരീരത്തിലേക്ക് കാർക്കിച്ചു തുപ്പുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഏറ്റുവാങ്ങി ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു തൻഈം എന്ന് പറയുന്ന മക്കയിലെ കുന്നിൻ്റെ മുകളിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഒരു വലിയൊരു കുരിശുമരമാണ്. അഥവാ ഈ കുരിശുമരത്തിൽ ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനെ തറക്കാൻ പോവുകയാണ്. അദ്ദേഹത്തെ ആ കുരിശുമരത്തിൽ തറക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഒരു കാര്യം പറഞ്ഞു, ഹുബൈബെ, ഞങ്ങൾ നിന്നെ വെറുതെ വിടാം, നിനക്ക് നിന്റെ ഭാര്യയോടൊപ്പം
മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം സമാധാനപരമായി ജീവിക്കാം, ഞങ്ങൾ നിന്നൊന്നും ചെയ്യില്ല. പകരം നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദ് നബി ആയാൽ എന്നൊന്ന് ചിന്തിച്ചാൽ മതി. മുഹമ്മദ് നബിനെ ചതിച്ചിവിടേക്ക് കൊണ്ടുവരുമൊന്നും വേണ്ട സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദ് നബി ആയിരുന്നെങ്കിൽ ഒന്ന് വിചാരിച്ചാൽ, ഒന്ന് ചിന്തിച്ചാൽ മതി, ഞങ്ങൾ നിന്നെ വെറുതെ വിടാം. മഹാനായ സ്വഹാബി ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു അതിന് കൊടുത്ത മറുപടി, എൻ്റെ ഹബീബിൻ്റെ ശരീരത്തിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. നിങ്ങൾ എന്നെ എങ്ങനെ വേണമെങ്കിലും മൃഗീയമായി കൊണ്ട് ദ്രോഹിച്ചോ, എന്നാലും എൻ്റെ ഈ സ്ഥാനത്ത് മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ വിചാരിക്കൂല എന്നുള്ളതാണ്. അദ്ദേഹത്തെ കുരിശ് മരത്തി ഏറ്റാൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം അവസാനത്തൊരാഗ്രഹം ചോദിച്ചു. എന്നെ ഈ ഭൂമിയിൽ നിന്ന് ഞാൻ ഇല്ലാതാകുന്നതിന് മുമ്പുള്ള അവസാനത്തൊരാഗ്രഹം. മക്കയിൽ മുശ്രിക്കുകൾ ചോദിക്കണം, എന്താണ് ആഗ്രഹം? നമുക്ക് കാണാൻ കഴിയും, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കാണണം, അദ്ദേഹത്തിൻ്റെ മക്കളെ കാണണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒന്ന് കഴിക്കണം എന്നൊന്നല്ല. അവസാനത്തെ ആഗ്രഹം ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് കൊടുത്ത മറുപടി 2 റക്അത്ത് നിസ്കരിക്കണം എന്നുള്ളതാണ്. അവരനുവാദം കൊടുത്തു. അദ്ദേഹം പെട്ടെന്ന് ഉളു ചെയ്ത് തൊട്ടപ്പുറത്ത് പോയി നമസ്കരിച്ച് വേഗത്തിൽ തിരിച്ചു മടങ്ങി. ഇപ്പൊ മക്കയിൽ മുശ്രിക്കുകൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ഹുബൈബെ പെട്ടെന്ന് നിസ്കരിച്ചത്? ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സുജൂദിൽ കിടക്കുമ്പോഴാണ്. കാരണം ഒരു അടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന സന്ദർഭം സുജൂദാണ്. അപ്പോൾ എനിക്ക് സുജൂദിൽ സുദീർഘമായി പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ എങ്ങാനും എൻ്റെ സുജൂദ് ദീർഘിപ്പിച്ചാൽ നിങ്ങൾ പറയും ഖുബൈബിന് മരിക്കാൻ പേടിയായതുകൊണ്ട് ഖുബൈബ് നിസ്കാരത്തിൽ സുജൂദ് നീട്ടുകയാണ്. ഞാൻ എൻ്റെ റുക്കൂ നീട്ടിയാൽ നിങ്ങൾ പറയും ഖുബൈബിന് മരിക്കാൻ പേടിയായതുകൊണ്ട് റുക്കൂ നീട്ടുകയാണ്. ഖുബൈബിനെ മരിക്കാൻ പേടിയില്ല എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് ആ കുരിശു മരത്തിൽ അദ്ദേഹം ഏറി. ശത്രുക്കളായ ആളുകൾ മരത്തിൻ്റെ ആണി അദ്ദേഹത്തിൻ്റെ വലത് കൈയിലേക്ക്, ഉള്ള കൈയിലേക്ക് അടിച്ചിറക്കുകയാണ്. വേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം അവിടുന്ന് ഒരു കവിത ചൊല്ലാണ്, വലസ്തു ബാലിഹി നൗഖതലു മുസ്ലിമ അലാ ഈ ജംബിൻ കാന ലില്ലാഹി മസ്റഹി. മക്കക്കാരെ, എനിക്ക് നിങ്ങളോടൊരു വെറുപ്പുമില്ല, എനിക്ക് നിങ്ങളൊരു ദേഷ്യമില്ല. കാരണം ഖുബൈബ് ബിൻ അദി എന്ന ഞാൻ മരിക്കുന്നത് മുസ്ലിം ആയിക്കൊണ്ടാണ്. ഈ രംഗം അങ്ങനെ കണ്ട മക്കയിലെ മുശ്രിക്കായ, അന്ന് മക്കയിലെ മുശ്രിക്ക് കണ്ട നേതാവായ അബൂ സുഫിയാൻ പറയുന്നുണ്ട്, മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാ. മുഹമ്മദ് നബിയെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ ലോകത്ത് ഒരു നേതാവിനെയും ഒരു അനുയായിയും സ്നേഹിച്ചിട്ടുണ്ടാകൂല എന്ന് അന്ന് മുസ്ലിം അല്ലാത്ത അബൂ സുഫിയാൻ പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വഹാബികളുടെ മനസ്സിൽ എല്ലാത്തിനേക്കാൾ പ്രിയപ്പെട്ടതായിരുന്നു ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരായിരുന്നു അല്ലാഹുവിൻ്റെ റസൂൽ? മാനവ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വം. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ അനുസരിക്കപ്പെടുകയും അനുധാവനം ചെയ്യപ്പെടുകയും ചെയ്യുന്ന വ്യക്തിത്വമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. മനുഷ്യരാശി ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഉത്തമവും ഉദാത്തവുമായ മാനുഷിക മൂല്യങ്ങൾക്ക് മാതൃകയായിരുന്ന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇതേ പ്രവാചകനെ തന്നെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളും വിമർശിക്കുന്നത്. അഥവാ ലോകത്ത് നന്മയും തിന്മയും ഉള്ളിടത്തോളം കാലം എല്ലാവരും ഒരു വ്യക്തി അംഗീകരിക്കപ്പെടുക എന്നുള്ളത് അസംഭവ്യമായ കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കിയ ആളുകൾക്ക് ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളി പറയാനോ വിമർശിക്കാനോ സാധിക്കൂല. യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിച്ച ആളുകൾക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഫ്രഞ്ച് ചക്രവർത്തിയായ സൈനിക മേധാവിയായ നെപ്പോളിയൻ ബോണോപാർട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറയാണ്, എനിക്ക് 2 ആഗ്രഹങ്ങളാണുള്ളത്. ആ മനുഷ്യൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് 2 ആഗ്രഹങ്ങളാണ്. ഒന്ന്, ലോകം മുഴുവനും എനിക്ക് കീഴടക്കണം, എല്ലാ ഭാഗത്തിൻ്റെയും സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയായിക്കൊണ്ട് എനിക്ക് മാറണം. അതാണ് എൻ്റെ ഒന്നാമത്തെ ആഗ്രഹം. രണ്ടാമത് അയാൾ പറയാണ്, ആ ഭരണം നേടിയ, ഞാൻ എല്ലാത്തിനെയും അടക്കി ഭരിച്ച ഭരണത്തിൽ ആ രാജ്യത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭരണം എനിക്ക് നടത്തണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് മുസ്ലിം അല്ലാത്ത വ്യക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോക നാടകത്തിന്റെ കുലപതി എന്ന് വിശേഷിപ്പിച്ച ജോർജ് ബെർണാഡ് ഷാ എന്ന് പറയുന്ന വ്യക്തി, ആ മനുഷ്യൻ പറയാണ്, ഈ നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടും
യൂറോപ്പും എല്ലാം മടക്കി ഭരിക്കാൻ ഏതെങ്കിലും ഒരു മതത്തിന് കഴിയുമെങ്കിൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാം മതത്തിന് മാത്രമാണെന്ന് ജോർജ് ബെർണാഡ് ഷാ എന്ന് പറയുന്ന ലോകമറിയപ്പെട്ട നാടകകാരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനേറെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്നറിയപ്പെട്ട ഗാന്ധിജി, ആ ഗാന്ധിജി ജയിൽവാസ കാലഘട്ടത്തിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള കഥ അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വായിക്കുന്നത്. ഒന്നാമത്തെ വോള്യം വായിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ വോള്യം വായിക്കാൻ അദ്ദേഹത്തിന് കിട്ടിയില്ല. ജയിലിലാണ്, എല്ലാ പുസ്തകവും ഒരേപോലെ കിട്ടണമെന്നില്ല. അപ്പോൾ ഒരു പുസ്തകം വായിച്ചു തീർത്ത് രണ്ടാമത്തെ പുസ്തകം അദ്ദേഹത്തിന് ജയിലിൽ കിട്ടാതെ വന്നപ്പോൾ ഗാന്ധിജി പറഞ്ഞ വാക്കുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിരാശപ്പെട്ടത് ആ സമയത്തായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പകുതിക്ക് വെച്ച് എനിക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. ബാക്കി പകുതി എനിക്ക് വായിക്കാൻ കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിക്കും അള്ളാഹുവിന്റെ റസൂലിനെ വിമർശിക്കാനോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളി പറയാനോ സാധിക്കില്ല എന്നുള്ളതാണ്. ആരായിരുന്നു പ്രിയപ്പെട്ടവരെ ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം? തന്നെ കല്ലെറിഞ്ഞ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രവാചകനായിരുന്നു. തൻ്റെ പേരക്കുട്ടിക്ക് മരണത്തിന് കാരണക്കാരനായ വ്യക്തിക്ക് മാപ്പ് കൊടുത്ത പ്രവാചകൻ. നമസ്കാരത്തിൽ നേതൃത്വം നൽകുന്ന സമയത്ത് തൻ്റെ പേരക്കുട്ടി തൻ്റെ ചുമലിൽ കളിക്കുന്ന സമയത്ത് ആ കുട്ടികളോട് മാന്യമായി പെരുമാറിയ ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വിഷയം തന്നെ വിമർശകർ കാണാത്ത പ്രവാചകൻ എന്നുള്ള വിഷയത്തിലാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട 6 പോയിന്റ് മാത്രമേ ഞാൻ എൻ്റെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നുള്ളൂ. കാര്യങ്ങൾ മനസ്സിലാക്കാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ മറ്റുള്ള ആളുകളുമായി കൊണ്ട് പെരുമാറിയ രൂപത്തിലുള്ള 6 ചരിത്രങ്ങൾ. അതിൽ ഒന്നാമത്തെ വിഷയം, സ്വഹാബികളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു പോരായ്മ കണ്ടാൽ, ആരുടെയെങ്കിലും ഭാഗത്തൊരു തെറ്റ് കണ്ടാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തിയ ഒരു രീതി നമ്മൾ പഠിക്കണം. മഹാനായ സ്വഹാബി മുആവിയത്ത് ബിൻ ഹക്കം അസ്സുലമി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, മുആവിയ റളിയല്ലാഹു അൻഹു പറയാണ്, ബൈനാന ഉസല്ലി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇങ്ങനെ നമസ്കരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം നിൽക്കുന്നുണ്ട്, പുറകിൽ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് മാമൂമായിക്കൊണ്ട് നമസ്കരിക്കുന്ന സമയത്ത് ഇദാ തറജുലും മിനൽ ഖൗം, മാമൂമിങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ തുമ്മിയ സമയത്ത് അയാൾ എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട ഞാൻ എന്ത് പറഞ്ഞു? യർഹമുക്കല്ലാ എന്ന് പറഞ്ഞു. അപ്പോൾ നമസ്കാരത്തിൽ നമ്മൾ തുമ്മിയാൽ ഇപ്പം നമുക്ക് എന്ത് പറയാം? അൽഹംദുലില്ലാ എന്ന് പറയാം. അത് അടിമയും ഉടമയും തമ്മിലുള്ള സംസാരമാണ്. എന്നാൽ ഇത് കേട്ട വ്യക്തി യർഹമുക്കല്ലാ എന്ന് പറഞ്ഞാലോ അത് അടിമയും തമ്മിലുള്ള സംസാരമാണ്. അത് പാടില്ല. നമസ്കാരത്തിൽ പരസ്പരം നമ്മൾ സംസാരിക്കാൻ പാടില്ല. അപ്പൊ ഇതിങ്ങനെ ഉണ്ടായ സമയത്ത് ഈ മനുഷ്യൻ അതിനെ ജവാബായിക്കൊണ്ട് യർഹമുക്കല്ലാ എന്ന് പറഞ്ഞപ്പോ എല്ലാ സ്വഹാബികളും ആ മനുഷ്യന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക. നിസ്കാരത്തിലാണ്, നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ കെട്ടിയിട്ട് ഈ സ്വഹാബിന്റെ മുആവിയത്ത് ബിൻ ഹക്കം അസ്സുലമി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ ഇത് അദ്ദേഹത്തിന് വലിയ പ്രയാസമായി. അദ്ദേഹം ചോദിക്കണം, മാശഅനിക്കും, എന്താ നിങ്ങൾക്ക് പറ്റിയത്? തൻദുറൂന ഇലയ്യ, എല്ലാ ആളുകളും ഇങ്ങനെ നോക്കുന്നത് എന്തിനാണ് നിങ്ങളിത് നോക്കുന്നത്? അപ്പൊ ഇതിങ്ങനെ സംസാരമായ സമയത്ത് ഫജഅലു യദ്രിബൂന ബിഐദീഹിം അലാ അഫ്ഖാദിഹിം, സ്വഹാബികൾ ചില ആളുകൾ അവരുടെ തൊടയിൽ ഇങ്ങനെ അടിച്ചു, മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് അവരുടെ തൊടയിൽ ഇങ്ങനെ അടിച്ച സമയത്ത് അദ്ദേഹം സംസാരം അവസാനിപ്പിച്ചു. പിന്നീട് നിസ്കാരം കഴിഞ്ഞ് സലാം കിട്ടിയ സമയത്ത് മുആവിയ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ? നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ശകാരിക്കും, എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ചീത്ത പറയും എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ഇങ്ങനെ കഴിഞ്ഞ് സലാം കിട്ടിയിട്ട് പുറകിലേക്ക് തിരിഞ്ഞിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാണ്. മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ ഈ പറയുമ്പോൾ ആ രംഗം നിങ്ങളുടെ കണ്ണിലൊന്ന് കണ്ടോ കാണി. മദീനത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ് പുറകിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ സ്വഹാബിന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പോ അതിനുശേഷമോ ഇത്രത്തോളം നല്ലൊരു അധ്യാപകനെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മാന്യനായ ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അദ്ദേഹം പറയാണ്, ഫവല്ലാഹി, അള്ളാഹു തന്നെയാണ് സത്യം,
മാ കഹറനി വലാ ദറബനി വലാ ശതമനി. എൻ്റെ പ്രവാചകൻ എന്നെ ചീത്ത വിളിച്ചില്ല. 4 ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് എൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന രൂപത്തിൽ ഒരു വാക്കുപോലും എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. ആകെ പറഞ്ഞത് എന്താ? മുആവിയ, നിസ്കാരത്തിൽ ഇതൊന്നും പാടില്ല കേട്ടോ, ഇങ്ങനൊന്നും അല്ല കേട്ടോ സംസാരിക്കേണ്ടത് എന്ന് മനോഹരമായിട്ട് എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണം. അപ്പോൾ നമ്മൾ ജമാഅത്തിന് പോണ പള്ളിയിൽ ഒരാൾ ഈ രൂപത്തിൽ സംസാരിച്ചാൽ നിസ്കാരത്തിന് ശേഷം എന്തൊക്കെ സംസാരം ഉണ്ടാവും? ഈ പറയുന്ന നമ്മൾ തന്നെ, ഈ കേൾക്കുന്ന നമ്മൾ തന്നെ എന്തൊക്കെ ചിലപ്പോൾ ആ സമയത്ത് പറയും. അല്ല ഒന്നും വേണ്ട. ഇനി ഒരു ചെറിയ കുട്ടി പള്ളിയിലേക്ക് വന്ന് ആ കുട്ടിക്ക് അറിയില്ല ഇത് പള്ളിയാണ്, അല്ലാഹുവിന്റെ ഭവനാണ്, ഇവിടെ സംസാരിക്കാൻ പാടില്ല എന്നും ആ കുട്ടിക്ക് അറിയില്ല. ആ കുട്ടി ഒന്ന് സംസാരിക്കുമ്പോഴേക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും നോക്കുന്നൊരു നോട്ടുണ്ട്. ആ കുട്ടിന്റെ വാപ്പാനി. നമ്മളൊക്കെ ആലോചിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു പോരായ്മ കണ്ടാൽ എത്ര മനോഹരമായിട്ടായിരുന്നു നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തിരുത്തി കൊടുത്തത് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, അവധാനതയോടെ ഇണകളോട് പെരുമാറിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാർക്ക് എന്തെങ്കിലും തെറ്റുകൾ കാണുമ്പോൾ അവധാനതയോടുകൂടി എടുത്തു ചാടി ഒന്നും ചെയ്തിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ കിടക്കുന്ന സമയം, രാത്രി കുറേ സമയത്തിന് ശേഷം പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റു. അപ്പോൾ ഞാൻ ഉറങ്ങുകയാണ്. ഞാനിങ്ങനെ എണീറ്റ സമയത്ത് എന്ത് ചെയ്തു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണീക്കുന്നത് കണ്ടപ്പോൾ ഞാനും ഉണർന്നു. അപ്പോൾ ഞാൻ എണീറ്റ വിവരം ആരും അറിഞ്ഞിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ടില്ല. എണീറ്റ് വളരെ സാവകാശത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ ഉണ്ടായിരുന്ന ചെരുപ്പ് ഇങ്ങനെ ധരിച്ച് പുറത്തേക്ക് ഇറങ്ങി. ആയിഷ ബീവി പറയാണ്, എൻ്റെ മനസ്സിൽ ഓരോ ചിന്തകൾ ഇങ്ങനെ വരികയാണ്. സ്വാഭാവികമാണ്, സ്ത്രീ സഹജമായിട്ടുള്ള ചിന്തകളാണ്. എന്നെ ഒഴിവാക്കിയിട്ട് അടുത്ത ഭാര്യൻ്റെ അരികിലേക്ക് പോവുകയാണോ എന്നൊക്കെ എൻ്റെ മനസ്സിലേക്ക് പിശാച് ഇങ്ങനെ ഇട്ടന്നു. അപ്പോൾ എനിക്ക് വല്ലാത്ത കൗതുകം, എവിടേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിൽ ഞാനും പോയി. ഞാൻ പുറകിലുണ്ട് എന്നുള്ളത് ആർക്കറിയില്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പോകുന്നത് മദീനയിലെ ബഖീ ഖബർസ്ഥാനിലേക്കാണ്. ആ ഖബർസ്ഥാനിൽ പോയിട്ട് ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി സുദീർഘമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു. കുറേ സമയം പ്രാർത്ഥിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് തിരിഞ്ഞു. ആയിഷ ബീവി പറയാണ്, പ്രവാചകൻ പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ ഞാനും തിരിഞ്ഞ് പ്രവാചകൻ വേഗത്തിൽ നടന്നു. അപ്പൊ ഞാനും വേഗത്തിൽ നടന്നു. ഞാൻ മുമ്പിലുള്ളത് ആർക്കറിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. അപ്പൊ നബി വീട്ടിലെത്തുന്നതിന് മുമ്പ് ഞാൻ ആദ്യം വീട്ടിലെത്തണം. അപ്പൊ ഞാൻ വേഗത്തിൽ നടന്നു. ആയിഷ ബീവി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേഗത്തിൽ ഓടി. അപ്പൊ ഞാനും വേഗത്തിൽ ഓടി. അങ്ങനെ ഓടി വന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ എൻ്റെ ബെഡിൽ ഇങ്ങനെ കിടക്കുകയാണ്. സ്വാഭാവികമാണ്, ഒരു മനുഷ്യൻ ഓടി വന്നാൽ അയാൾ ഇങ്ങനെ കിടക്കും, അയാളുടെ നെഞ്ചിങ്ങനെ വീർക്കും, വയറിങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പൊ ഇതിങ്ങനെ കണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ ബെഡിൽ ഇങ്ങനെ കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ കണ്ട കാഴ്ച എന്താണ്? ആയിഷ ബീവി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആയിഷ ബീവിക്ക് ആകെ നെഞ്ചിങ്ങനെ വീർക്കുന്നുണ്ട്, വയറിങ്ങനെ പൊങ്ങുന്നുണ്ട്. ഈ രംഗം ഇങ്ങനെ കണ്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് ചോദിക്കുന്നുണ്ട്, മാലകി യാ ആയിഷ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം തന്നെ നോക്കാണ്, ആയിഷ എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ സ്നേഹം കൂടുന്ന സമയത്ത് വിളിച്ചിരുന്ന പേരാണ് ആയിഷ എന്നുള്ളത്. മാലകി യാ ആയിഷ, ആയിഷ നിനക്ക് എന്താ പറ്റിയത്? അപ്പൊ ആയിഷ ബീവി അതിന് മറുപടി കൊടുക്കും. പിന്നെ പറയാണ്, ഇല്ല ഇല്ല നബി, ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി കൊടുക്കുകയാണല്ലോ, തുഖ്ബിറുനി ഔ ലാ യുഖ്ബിറനി അൽ ലതീഫുൽ ഖബീർ. ആയിഷ എന്നോട് പറഞ്ഞോ, എന്താണ് ഇങ്ങനെയുള്ള വിഷയം എന്നോട് പറഞ്ഞോ? അല്ലെങ്കിൽ ലതീഫുൽ ഖബീറായ സൂക്ഷ്മജ്ഞാനിയായ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന റബ്ബ് എനിക്ക് വിവരം അറിയിച്ചു തരും. കാര്യം എന്താന്ന് പറഞ്ഞോ? അപ്പൊ ആയിഷ ബീവി പറയുന്നത്, ഇങ്ങനെ ഈ സംഭവം ഉണ്ടായി, നിങ്ങൾ പെട്ടെന്ന് എണീറ്റ് പോയപ്പോൾ എവിടേക്കാണ് പോയതെന്ന് അറിയാൻ വേണ്ടി നിങ്ങളുടെ കൂടെ വന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അപ്പൊ ബഖീന്റെ ഭാഗത്ത് ഞാൻ തിരിഞ്ഞ സമയത്ത് കണ്ട നിഴലാട്ടങ്ങളായിരുന്നു അല്ലേ? ഞങ്ങൾ തിരിഞ്ഞ സമയത്ത് ഒരു നിഴലാട്ടം കണ്ടു, പക്ഷെ അതാരാന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, ആയിഷ, അള്ളാഹും റസൂലും നിങ്ങളെ തൊട്ട് തെറ്റിപ്പോകുന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? മനുഷ്യൻ എത്ര മനോഹരമായിട്ടാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിൽ ഒരു വലിയ കലഹത്തിന് ഈ ചെറിയ വിഷയം മാത്രം മതി. ചിലപ്പോൾ വിവാഹമോചനത്തിന് പോലും എന്നെ സംശയിച്ചു,
എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ ത്വലാഖ് പോലും ഉണ്ടാകുന്ന വിഷയമാണ് മനോഹരമായി ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ അവസാനിപ്പിക്കുന്നത്. അത് അവധാനതയോടുകൂടി എടുത്തു ചാടാതെ പെരുമാറിയ പ്രവാചകനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത ഭാര്യമാരുടെ സംസാരം കേട്ടിരുന്നു എന്നുള്ളതാണ്. ഇന്ന് ആധുനിക മനഃശാസ്ത്രജ്ഞന്മാരായ ആളുകൾ പറയുന്നത് അധിക ദാമ്പത്യവും തകരാനുള്ള കാരണം പരസ്പരം കേൾക്കുന്നില്ല എന്നുള്ളതാണ്. എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നത് ഒരു പുരുഷൻ ഒരു ദിവസം സംസാരിക്കുന്നത് ഏകദേശം 7000 വാക്കുകളാണ്. എന്നാൽ ഒരു സ്ത്രീന്റെ വിഷയത്തിലേക്ക് നോക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു ദിവസം സംസാരിക്കുക 20,000 വാക്കാണ്. അഥവാ പുരുഷനേക്കാൾ 13,000 വാക്കുകൾ കൂടുതൽ സംസാരിക്കുന്നത് സ്ത്രീയാണ്. പുരുഷന്മാർ നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ബാക്കിയുള്ള ആളുകളെ കാണുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, അത് പറഞ്ഞു തീർക്കും. എന്നാൽ സ്ത്രീകൾ വീട്ടിലാണ്, അവർക്കത് പറഞ്ഞു തീർക്കാൻ അവസരമില്ല. ഇത് കേൾക്കേണ്ടത് ആരാണ്? നമ്മളാണ്. നമുക്കത് കേൾക്കാൻ അതിന് സമയമില്ല. വിഷയം തുടങ്ങുമ്പോഴേക്ക് എന്ത് ചെയ്യും, പറയണ്ട, ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? മദീനയിലെ ഖലീഫയാണ്, ഇസ്ലാമിക ലോകത്തിന്റെ രാജാവാണ്, അവസാനത്തെ പ്രവാചകനാണ്, പള്ളിയിലെ ഇമാമാണ്, സൈനിക നായകനാണ്, എല്ലാ തിരക്കുണ്ട്. പക്ഷെ എൻ്റെ അരികിലേക്ക് വന്നാൽ ഞാൻ ജാഹിലിയ കഥകൾ പറഞ്ഞു കൊടുക്കും. പണ്ടത്തെ ജാഹിലിയ കഥകൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എനിക്കെന്നെ അറിയാം, ഞാനിത് കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്, എനിക്കെന്നെ അറിയാം. പക്ഷെ ഞാനിതിങ്ങനെ പറയുന്ന സമയത്ത് അനുസരണയുള്ളൊരു കുട്ടി എങ്ങനെയാണോ അതേപോലെ എൻ്റെ മുമ്പിലിരുന്ന് ആ കഥകളെല്ലാം എൻ്റെ ഹബീബ് കേൾക്കാറുണ്ട് എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത എല്ലാ ദിവസവും അസർ നിസ്കാരത്തിൻ്റെയും മഗ്രിബ് നിസ്കാരത്തിൻ്റെ ഇടയിൽ എല്ലാ ഭാര്യമാരുടെ വീട്ടിലേക്കും കയറി ചെല്ലും. എല്ലാ ഭാര്യമാരുടെ വീടെന്നല്ല, ഒരു അറകളാണ്, ഓരോ റൂമുകളാണ്. ഓരോ ആളുകളുടെ റൂമിലേക്കും കയറി ചെന്ന് അവർക്കൊക്കെ ഉപദേശങ്ങൾ കൊടുക്കും. എന്നിട്ട് ഇശാ നിസ്കാരത്തിന് ശേഷം അന്ന് ഏത് ഭാര്യൻ്റെ വീട്ടിലാണോ ആ വീട്ടിലേക്ക് ബാക്കിയുള്ള എല്ലാ ഭാര്യമാരോടും വരാൻ പറയും. ഉദാഹരണം പറഞ്ഞാൽ ആ ദിവസം ആയിഷ ബീവിന്റെ വീട്ടിലാണെങ്കിൽ മറ്റുള്ള ഭാര്യമാരോടൊക്കെ ആ വീട്ടിലേക്ക് വരാൻ പറയും. എന്നിട്ട് അവിടെ വെച്ചിട്ടും കുറേ സമയം ഉപദേശം കൊടുക്കും. അപ്പൊ അങ്ങനെ ഭാര്യമാരെ പരിഗണിച്ച വ്യക്തിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവധാനതയോടുകൂടി പെരുമാറിയിട്ടുണ്ട് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ പോയിന്റ്, സ്വന്തം പേരക്കുട്ടിയുടെ മരണത്തിന് കാരണക്കാരനായ വ്യക്തിക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ട്. അന്നാലോചിച്ച് നോക്കണം, നമ്മുടെ മകന്റെ കുട്ടി അല്ലെങ്കിൽ നമ്മുടെ മകളുടെ കുട്ടിനെ, ആ കുട്ടിന്റെ കൊലപാതകത്തിന് കാരണക്കാരനായ വ്യക്തിക്ക് മാപ്പ് കൊടുക്കാനുള്ള ഒരു ഈമാന് അല്ലെങ്കിൽ ആ ഒരു തഖ്വയൊക്കെ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കുണ്ടെന്ന് ആലോചിച്ചാൽ മതി. എന്താണ് സംഭവം? ഹിജ്റ 8-ാം വർഷം മക്ക വിജയ ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ആയിരക്കണക്കിന് സ്വഹാബത്തും മക്കയിലേക്ക് കയറി വരുന്നുണ്ട്. ആ മക്കയിലേക്ക് വരുന്ന സമയത്ത് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ പുറത്ത് നിന്നിട്ട് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, യൗമുൽ മൽഹമ, മക്കക്കാരെ ഇന്ന് പ്രതികാരത്തിന്റെ ദിവസമാണ്. നിങ്ങൾ എൻ്റെ ഹബീബിനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, കാർക്കിച്ച് തുപ്പിയ ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, കല്ലെറിഞ്ഞ ആളുകളുണ്ട്, നിങ്ങളുടെ വീട്ടിലെ മാലിന്യം എൻ്റെ പ്രവാചകന്റെ ശരീരത്തിലേക്ക് എറിഞ്ഞ ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞ ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇന്ന് പ്രതികാരത്തിന്റെ ദിവസമാണ്, ഇന്ന് രക്തച്ചൊരിച്ചിലിന്റെ ദിവസമാണെന്ന് ഉറക്കെ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുമ്പോൾ ഈ വാക്ക് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സഅദേ അല്ല, ഇന്ന് രക്തച്ചൊരിച്ചിലിന്റെ ദിവസമല്ല, അൽ യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്. ഇന്ന് എല്ലാ ആളുകൾക്കും ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്, എല്ലാവരോടും ഞാൻ വിട്ടുവീഴ്ച കാണിച്ചിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മളൊക്കെ കേട്ട ചരിത്രമാണ്. പക്ഷെ എല്ലാ ആളുകൾക്കും പുറത്തു കൊടുത്തപ്പോൾ അതിലൊരാളായിരുന്നു ഹുബ്ബാർ ബിൻ അസ്വദ്. ആ ഹുബ്ബാർ ബിൻ അസ്വദ് ചെയ്ത പ്രവർത്തനം എന്താണ്? അഥവാ ഹിജ്റ 2-ാം വർഷം ബദർ യുദ്ധ സമയം ബന്ദിയായിക്കൊണ്ട് പിടിച്ച ആളുകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകൻ, നബിയുടെ മകളുടെ മകൻ, ഭർത്താവായ അബുൽ ആസ് ബിൻ റബീഇ മക്കയിലെ മുശ്രിക്കുകളുടെ കൂടെയായിരുന്നു. അപ്പൊ ബദർ യുദ്ധ സമയത്ത് മക്കയിൽ നിന്നും മക്കയിലെ മുശ്രിക്കുകൾ വന്നപ്പോൾ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരെ യുദ്ധം ചെയ്യാൻ വന്ന ആളാണ് ആരെ? നബിയുടെ 1-ാമത്തെ മകൾ സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായ അബുൽ ആസ് ബിൻ റബീഇ. ഈ അബുൽ ആസ് ബിൻ റബീഇനെ ബന്ദിയായിക്കൊണ്ട് പിടിച്ചു. ബന്ദിയായിക്കൊണ്ട് പിടിച്ച സമയത്ത് ആ ബന്ദികളോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്തെങ്കിലും ഒരു മോചന ദ്രവ്യം നൽകിയാൽ നിങ്ങൾ വെറുതെ വിടാം. ശ്രദ്ധിക്കണേ, ഒരു മോചന ദ്രവ്യം നൽകിയാൽ വെറുതെ വിടാം.
പല ആളുകളും പല വസ്തുക്കളും കൊടുത്തു. നബിയുടെ മകളുടെ ഭർത്താവായ അബുൽ ആസ് ബിൻ റബീ കൊടുത്തത് ഒരു മാലയാണ്. ആ മാലന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആ മാല സൈനബ് ബീവിന്റെ മാലയാണ്, ഭാര്യയായ സൈനബിന്റെ മാലയാണ്. സൈനബ് ബീവിക്ക് മാല എവിടുന്ന കിട്ടണത്? കല്യാണ സമയത്ത് സൈനബ് ബീവിന്റെ ഉമ്മ ഖദീജ ബീവി സമ്മാനം കൊടുത്തതാണ്. ഈ മാല ഇങ്ങനെ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജ ബീബി ഓർമ്മ വരികയാണ്. ഖദീജ ബീബി ഒത്തുള്ള ജീവിതം, ആ ഒരു ദിനങ്ങൾ ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ സ്വഹാബത്തിനോട് ചോദിക്കാണ്, സ്വഹാബ അബുൽ ആസ് ബിൻ റബീനെ ഞാൻ വെറുതെ വിടട്ടെ, മോചന ദ്രവ്യം വാങ്ങാതെ തന്നെ വെറുതെ വിടട്ടെ, അവർക്ക് വേണമെങ്കിൽ അങ്ങോട്ട് വിട്ടാൽ മതി. പക്ഷെ സ്വഹാബത്തിനോട് ചോദിച്ച് അവരുടെ അനുവാദം കിട്ടിയപ്പോൾ വെറുതെ വിട്ടു. അങ്ങനെ അബുൽ ആസ് ബിൻ റബീനെ വെറുതെ വിട്ടു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഒന്നാമത്തെ മകൾ സൈനബ് ബീവി ആ സമയത്ത് മക്കയിൽ ഹിന്ദിന്റെ വീട്ടിലാണ്. അഥവാ അബൂ സുഫിയാന്റെ ഭാര്യയാണ് ഹിന്ദ്. ആ ഹിന്ദിന്റെ വീട്ടിലാണ് സൈനബ് ബീവി ഉള്ളത്. ഹിന്ദിനാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തീരാത്ത പകയാണ്. കാരണം ഹിന്ദിന്റെ വാപ്പ ഉത്ബയും ഉപ്പാന്റെ സഹോദരൻ ഷൈബയും അതേപോലെ തന്നെ സഹോദരനായ വലീദും എല്ലാം മരിക്കുന്നത് ബദറിലാണ്. സ്വന്തം വാപ്പാന്റെയും പിതാവിന്റെ സഹോദരന്റെയും സഹോദരന്റെയും മരണത്തിന് കാരണക്കാരനായ വ്യക്തിയുടെ മകളുള്ളത് ആരുടെ വീട്ടിലാണ്? ഹിന്ദിന്റെ വീട്ടിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വിദ്വേഷവും വെറുപ്പും എല്ലാം തീർക്കുന്നത് സൈനബ് ബീവിന്റെ ശരീരത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ വളർത്തു മകനായ സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് നബിന്റെ മോതിരം ഇങ്ങനെ ഊരി. ആ മോതിരം ഊരിയിട്ട് സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ മോതിരം കാണിച്ചാൽ സൈനബ് നിന്റെ കൂടെ വരും. അദ്ദേഹം നേരെ മക്കയിലേക്ക് പോയി. മക്കയുടെ അതിർത്തി ഭാഗത്തെത്തിയപ്പോൾ ഒരുപാട് ആടുകളെ മേയ്ക്കുന്ന ഒരു ആട്ടിടയനെ കണ്ടു. ആട്ടിടയനോട് ചോദിക്കാണ്, ഈ ആടുകൾ ആരുടേതാണ്? ആട്ടിടയൻ പറയാണ്, ഇത് അബുൽ ആസ് ബിൻ റബീഇന്റെയും സൈനബിന്റെയും ആടുകളാണ്. അഥവാ അദ്ദേഹം കാണാൻ വന്ന ആള് അദ്ദേഹത്തിന്റെ ആളുകളാണെന്നുള്ളത്. അപ്പോൾ ഈ മോതിരം ഊരിയിട്ട് ആട്ടിടയനോട് പറഞ്ഞു, മക്കയുടെ ഇന്ന ഭാഗത്ത് ഞാനുണ്ട് എന്ന് അവരോട് വിവരം അറിയിക്കണം. മോതിരം സൈനബ് ബീവിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ മനസ്സിലായി, എൻ്റെ പിതാവ് എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആരെയോ പറഞ്ഞയച്ചിട്ടുണ്ട്. അങ്ങനെ അവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ സ്വാഭാവികമാണ് 5-6 ദിവസത്തെ യാത്രയാണ്. ഇതിന് വേണ്ട ഭക്ഷണം വേണം, വെള്ളം വേണം, അതെല്ലാം എടുത്തു കൊടുക്കുന്നത് ഈ അബുൽ ആസ് ബിൻ റബീഇന്റെ ഭർത്താവായ അബുൽ ആസ് ബിൻ റബീഇന്റെ സഹോദരനായ കഅബ് ബിൻ റബീ ആണ്. എല്ലാ ഭക്ഷണങ്ങളും കെട്ടിവെച്ച് ഒട്ടകത്തിന്റെ പുറത്ത് ഇങ്ങനെ സൈനബ് ബീവി പോകുന്ന സമയത്ത് ഈ രംഗം ആര് കണ്ടു? ഹുബാർ ബിൻ അസ്വദ്. അതാണ് നമ്മുടെ വിഷയം. ഹുബാർ ബിൻ അസ്വദ് കണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകള് മക്കയിൽ നിന്നും മദീനയിലേക്ക് രക്ഷപ്പെട്ടു പോവുകയാണ് എന്ന് കണ്ടപ്പോൾ ആ ഒട്ടകത്തിന്റെ പുറകെ ഹുബാർ ബിൻ അസ്വദ് പോയി സൈനബ് ബീവിയെ ഒട്ടകത്തിന്റെ പുറത്ത് തള്ളിയിട്ടു. സൈനബ് ബീവി ആ സമയത്ത് ഗർഭിണിയാണ്. ആ വീഴ്ചയുടെ ആഘാതത്തിൽ അവിടെ വെച്ച് തന്നെ സൈനബ് ബീവി പ്രസവിച്ചു. ആ കുട്ടി എന്ത് ചെയ്തു? മരണപ്പെട്ടു. രോഗം ബാധിച്ചു. സൈനബ് ബീവിക്ക് ശക്തമായ രോഗം ബാധിച്ചു. പിന്നീട് ആ രോഗം ബാധിച്ചിട്ടാണ് അവർ മദീനയിലെത്തുന്നത്. പിന്നീട് കുറെ കാലം അവർ ജീവിച്ചില്ല. അപ്പൊ തന്നെ സൈനബ് ബീവിയും മരണപ്പെട്ടു. അപ്പൊ തന്റെ മകളുടെ മരണത്തിന് കാരണക്കാരനായ, തന്റെ പേരക്കുട്ടിയുടെ മരണത്തിന് കാരണക്കാരനായ ഹുബാർ ബിൻ അസ്വദിനെ മക്ക വിജയ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഇങ്ങനെ കിട്ടുകയാണ്. എന്തും ചെയ്യാം, ഒരാളും ചോദിക്കാനില്ല. പക്ഷെ ആ വ്യക്തിക്കും പുറത്തു കൊടുത്ത ഏറ്റവും ഉദാത്തമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പറയാനൊക്കെ എളുപ്പമാണ്, അയാൾക്ക് പുറത്തു കൊടുത്തു, ഇയാൾക്ക് പുറത്തു കൊടുത്തു എന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്ത് പറയുന്ന ഞാനോ കേൾക്കുന്ന നിങ്ങളോ ആണെങ്കിലാണ് അതിൻ്റെ ഒരു വികാരം പൂർണ്ണമായി കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾ അനുധാവനം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4ാമത്തെ പോയിന്റ്, അടിമകളോട് മാന്യമായി പെരുമാറി എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൽ തൻ്റെ കീഴിലുള്ള അടിമയെ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒരാളും ചോദിക്കാനില്ല. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും. റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ ഒരു മേൽമുണ്ട് ഇങ്ങനെ ധരിച്ചിട്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു നിൽക്കുകയാണ്. ഒരു ചെറിയ കാറ്റടിച്ച സമയത്ത് ആ മേൽമുണ്ട് താഴേക്ക് വീണു. ഖബ്ബാബിന്റെ ശരീരം കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബത്ത് മുഴുവൻ കരഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ ശരീരത്തിലെ എല്ലിന്റെ വെളുപ്പ് കണ്ടിരുന്നു. അഥവാ ശരീരത്തിൽ മാംസമല്ല, എല്ലിന്റെ വെളുപ്പ് ഇങ്ങനെ കാണുകയാണ്. എന്താണ് ഖബ്ബാബ് ശരീരം എങ്ങനെയെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഹബ്ബാബ് കൊടുക്കുന്ന മറുപടി ഉണ്ട്, ഉമർ, നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാൻ മുസ്ലിമായിട്ടുണ്ട്. അന്ന് എൻ്റെ യജമാനൻ എൻ്റെ ശരീരത്തിലേക്ക് മൃഗീയമായി കൊണ്ട് ദ്രോഹിച്ചതിൻ്റെ പാടാണിത്.
ആ മനുഷ്യൻ പറയാണ്, എൻ്റെ യജമാനൻ രാത്രി തണുപ്പുള്ള സമയത്ത് എന്ത് ചെയ്യും, ആ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തീ കത്തിക്കും. ആ തീ കത്തിച്ചിട്ട് തീ അണക്കാൻ എങ്ങനെയെന്ന് അറിയോ, എന്നെ പിന്നെ തിരിച്ചു നിർത്തിയിട്ട് കത്തി കൊണ്ട് അവരിങ്ങനെ വരയും. എൻ്റെ പുറകു വശത്ത് ഇങ്ങനെ വരഞ്ഞിട്ട് എന്നെ പിന്നെ ആ തീക്കനലിൻ്റെ മേലെ കടത്തും. എന്നിട്ട് എൻ്റെ ശരീരത്തിൽ നിന്നും ഉതിർന്നു വീഴുന്ന രക്തത്തുള്ളികളാണ് ആ തീ അണച്ചിരുന്നത്. അതേപോലെ തന്നെ എൻ്റെ ശരീരത്തിലെ മാംസങ്ങൾ അവർ കീറിയെടുക്കും. കീറിയെടുത്തിട്ട് ആ തീക്കനലിലേക്ക് ആ മാംസം ഇങ്ങനെ പിഴിഞ്ഞെടുക്കും. എന്നിട്ട് അതിന്ന് രക്തങ്ങൾ ഒറ്റി വീഴും. ഇങ്ങനെ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ആ കാലഘട്ടത്തിൽ അടിമയാണ്. അപ്പൊ എന്ത് വേണമെങ്കിലും അടിമയെ ചെയ്യാം, ഒരാളും ചോദിക്കാനില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമകളോട് എങ്ങനെയാണ് പെരുമാറിയത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ലോകത്ത് വിട പറയുന്നതിന് മുമ്പായിക്കൊണ്ട് അതിന് സാക്ഷിയായ 4 സ്വഹാബിമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പായിക്കൊണ്ട് മരണത്തിന് സാക്ഷിയായ 4 സ്വഹാബിമാരുണ്ടായിരുന്നത്. ഒന്ന് ആയിഷ ബീബിയാണ്, 2 അനസ് ബിൻ മാലിക്കാണ്, 3 അലി റളിയല്ലാഹു അൻഹു ആണ്, 4 ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. ഈ 4 പേരും പറയുന്ന ഹദീസിൽ കാണാൻ കഴിയും, അള്ളാഹുവിന്റെ റസൂലിന്റെ ഗർഗറത്തിന്റെ വേളയിൽ, അഥവാ റൂഹ് തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ എത്തി, മലക്കുൽ മൗത്ത് നമ്മുടെ ശരീരത്തിലെ റൂഹ് എടുത്ത് ആ റൂഹ് ഇങ്ങനെ തൊണ്ടക്കുഴിയിൽ എത്തുന്ന സമയത്ത് ഒരു ഗർഗറത്തിന്റെ ശബ്ദം എന്ന് പറയാം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കാണ് അസ്സലാത്ത് വമാ മലക്കത് അയ്മാനുക്കും. നിങ്ങൾ നിസ്കാരം ആ വിഷയത്തിൽ ശ്രദ്ധ കാണിച്ചോ, നിങ്ങളുടെ കീഴിലുള്ള അടിമകളുടെ വിഷയത്തിൽ നിങ്ങൾ റബ്ബിനെ ഭയപ്പെട്ടോ. നിങ്ങൾ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധ കാണിച്ചോ, നിങ്ങളുടെ കീഴിലുള്ള അടിമകളുടെ വിഷയത്തിലും നിങ്ങൾ ശ്രദ്ധ കാണിച്ചോ എന്നുള്ളതാണ്. മഹാനായ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് ഒരു അടിമ ഉണ്ടായിരുന്നു. ആ അടിമയെ എന്തോ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് ദേഷ്യം വന്നപ്പോൾ ഇരുപ്പിന്റെ ചമ്മട്ടി കൊണ്ട് അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു അടിക്കുകയാണ്. ഈ അടിക്കുന്ന രംഗം അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു അടിമന്റെ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും ശക്തമായി കൊണ്ട് പ്രഹരിക്കുകയാണ്. ഈ രംഗം പുറകിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു വരുമ്പോൾ ഈ രംഗം കാണുകയാണ്. ഈ രംഗം കണ്ട സമയത്ത് മുമ്പിലുള്ള അബൂ മസ്ഊദിനെ വിളിക്കുന്നുണ്ട്, യാ അബാ മസ്ഊദ്, യാ അബാ മസ്ഊദ് എന്ന് പുറകിൽ നിന്ന് ഇങ്ങനെ വിളിക്കണം. ദേശത്തിലുള്ള വിളി ആയതുകൊണ്ട് തന്നെ ആരാണ് വിളിക്കണതെന്ന് അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായില്ല. അടുത്ത് വന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് മനസ്സിലായത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ചുവന്നിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴേക്ക് പേടിച്ച് അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇരുമ്പിന്റെ ചമ്പട്ടി നിലത്തേക്ക് ഇട്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്, അബൂ മസ്ഊദ്, ഈ അടിമയെ അടിക്കാൻ നിനക്ക് കഴിവുണ്ടെങ്കിൽ നിന്നെ ശിക്ഷിക്കാൻ റബ്ബിനും കഴിവുണ്ട്, അത് നീ മറക്കണ്ട. ഈ അടിമയെ പ്രഹരിക്കാൻ നിനക്കിന്ന് കഴിവുണ്ട്, ത്വാക്കത്തുണ്ടെങ്കിൽ നിന്നെ ശിക്ഷിക്കാൻ റബ്ബിനും ത്വാക്കത്തുണ്ട്, അത് നീ മറക്കണ്ട എന്ന രൂപത്തിൽ വൈകാരികമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത് ഈ രംഗത്താണ്. പേടിച്ചുകൊണ്ട് അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ അടിമനെ ഞാൻ ഇപ്പം മോചിപ്പിച്ചോളാം, അവൻ ഇന്ന് മുതൽ സ്വതന്ത്രനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ ഇപ്പം അവനെ മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് നരകം നിന്നെ സ്പർശിക്കും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അടിമകളുടെ വിഷയത്തിൽ അവർക്ക് വേണ്ടി ഒരാൾ പോലും സംസാരിക്കാനില്ലാത്ത കാലഘട്ടത്തിൽ അവരുടെ നാവായിക്കൊണ്ട് സംസാരിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇന്ന് അടിമകൾക്ക് ആ വിഷയത്തിൽ പ്രോത്സാഹനം നൽകിയ വ്യക്തിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആളുകൾ വിമർശനം നൽകുന്നതെങ്കിൽ അവർക്ക് ചരിത്രം അറിയാത്തത് കൊണ്ടാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 5ാമത്തെ പോയിന്റ്, മിണ്ട പ്രാണികളോട് കാരുണ്യം കാണിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജുനാദ ഇബ്നു ജറാദ അൽ അസ്ദി എന്ന് പറയുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒട്ടകവുമായി കൊണ്ടാണ്, ആ ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ആ ഒട്ടകത്തിന്റെ മൂക്കിന്റെ ഭാഗത്ത് അറബികൾക്കൊരു ശീലമുണ്ട്. അവരുടെ ഒട്ടകമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചില അടയാളങ്ങൾ വെക്കും. അടയാളം വെക്കുക എന്ന് പറഞ്ഞാൽ ഇരുമ്പിന്റെ കഷ്ണം തീയിലിട്ട് ചൂടാക്കി അതിങ്ങനെ പതച്ച് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഓരോ മൃഗങ്ങളുടെയും എവിടെയെങ്കിലും ഒരു ഭാഗത്ത് അടയാളം വെക്കും. അപ്പൊ ഈ അടയാളം നോക്കിയാൽ മനസ്സിലാക്കും അത് ഇന്നാലിന്നാളുടെ ഒട്ടകമാണ്, അല്ലെങ്കിൽ അത് ഇന്നാലിന്നാളുടെ കുതിരയാണ്, കഴുതയാണെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഓരോ ആളുകൾക്കും ഒരു അടയാളം വെക്കലുണ്ട്. ഈ ജുനാദ ഇബ്നു ജറാദ അൽ അസ്ദി എന്ന് പറയുന്ന സ്വഹാബി ഈ ഒട്ടകത്തിന്റെ അടയാളം വെച്ചത് മൂക്കിന്റെ ഭാഗത്താണ്. മൂക്കിന്റെ ഭാഗത്ത് ഇരുമ്പിന്റെ കഷ്ണം തീയിട്ട് ചൂടാക്കിയിട്ട് അത് മൂക്കിന്റെ ഭാഗത്ത് വെച്ചു.
ഈ രംഗം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജുനാദ, പരലോകം വരാൻ കേട്ടോ, അന്ന് ഇതിന് പ്രതിക്രിയയുണ്ട്, അത് നീ മറക്കണ്ട. വളരെ ഗൗരവത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത്. മിണ്ടാപ്രാണിയോട്, ഇപ്പൊ മനുഷ്യന്മാരോട് തന്നെ എന്ത് ചെയ്താലും ചോദിക്കാൻ ഒരാളില്ലാത്ത കാലത്താണ് മിണ്ടാപ്രാണിയോട് കാരുണ്യം കാണിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ ഭാര്യമാർക്കും ഓരോ ഒട്ടകത്തെ കൊടുത്തിരുന്നു. ആയിഷ ബീവിക്ക് മാത്രം ഒട്ടകത്തെ കൊടുത്തിരുന്നില്ല. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു പ്രാവശ്യം ചോദിച്ചു, നബി എനിക്കൊരു ഒട്ടകം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഒട്ടകത്തെ കൊടുത്തു. ആ ഒട്ടകത്തിന്റെ പ്രത്യേകത തീരെ മെരുങ്ങാത്തൊരു ഒട്ടകമാണ്, അനുസരണമില്ലാത്ത ഒട്ടകമാണ്. എത്ര നോക്കിയിട്ടും ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അതിനെ മെരുക്കാനോ അതിനെ അനുസരിപ്പിക്കാനോ കഴിയുന്നില്ല. അപ്പൊ ദേഷ്യം വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ആ ഒട്ടകത്തെ അടിക്കുകയാണ്. അടിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആയിഷ അതിനോടൊന്ന് അനുകമ്പ കാണിക്കുക, റിഫ്ഖ് കാണിക്കുക. ഇന്ന റിഫ്ഖ ലാ യകൂനു ഫീ ശൈഇൻ ഇല്ലാ സാനഹു വലാ യുൻസഹു മിൻ ശൈഇൻ ഇല്ലാ ശാനഹു എന്ന് പറയുന്ന ഹദീസ് ഈ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പം പ്രാണികളോട്, അടിമകളോട്, എല്ലാവരോടും മാന്യമായി പെരുമാറിയ വ്യക്തിത്വം. അതുകൊണ്ടാണ് മഹാനായ അബൂ സുഫിയാൻ പറഞ്ഞൊരു വാക്ക് ഞാൻ പറഞ്ഞല്ലോ, ലോകത്തെ ഏറ്റവും നല്ലൊരു നേതാവ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്തിനാണ് അവസാനത്തെ പോയിന്റ്? മറ്റു മതസ്ഥരായ ആളുകളോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നല്ല രൂപത്തിലാണ് പെരുമാറിയത്. എന്നാൽ ഇന്ന് പലപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്തക്കൊതിയനായി, യുദ്ധക്കൊതിയനായി കൊണ്ട് പല ആളുകളും ചിത്രീകരിക്കുമ്പോൾ മറ്റു മതസ്ഥരായ ആളുകളെ എവിടെ കണ്ടാലും കൊല്ലണം എന്നൊക്കെ പല ആളുകളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മോശമായിട്ടുള്ള ആരോപണങ്ങൾ പറഞ്ഞു നടക്കുമ്പോൾ ശരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അമുസ്ലിങ്ങളായ ആളുകളോട് പെരുമാറിയത് എങ്ങനെയായിരുന്നു? മഹാനായ ഇമാം ഹാക്കിം അദ്ദേഹത്തിന്റെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന സംഭവത്തിൽ കാണാൻ കഴിയും. ഖൈസ് ബിൻ നുഅ്മാൻ റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് വാദി ഖുദൈദ് എന്ന് പറയുന്ന ഭാഗം വിട്ട് കടന്നു. ദുർഘടമായ യാത്രയാണ്. കാരണം സാധാരണ ആളുകൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുന്ന വഴിയിലൂടെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത്. കാരണം എന്താണ്? അങ്ങനെ പോയാൽ ശത്രുക്കളായ ആളുകൾ പുറകിലൂടെ വന്ന് പിടിക്കും. അപ്പൊ ആർക്കും പരിചയമല്ലാത്ത അബ്ദുല്ലാഹി ബിൻ ഉറൈഖ് എന്ന് പറയുന്ന ഗൈഡിന്റെയും മസ്ഊദ് എന്ന് പറയുന്ന ഗൈഡിന്റെയും സഹായത്താൽ അധികം ആർക്കും പരിചയമില്ലാത്ത കച്ചവട സംഘങ്ങൾ സാധാരണ പോകുന്ന വഴിയിലല്ലാതെ മറ്റൊരു ദുർഘടമായ വഴിയിലൂടെ മദീനയിലേക്ക് പോകുമ്പോൾ വാദി ഖുദൈദ് എന്ന് പറയുന്ന ഭാഗം വിട്ട് കടന്നു. അഥവാ ഇന്നിപ്പോ മദീനയിലേക്ക് പോകാനൊന്നും ഒരു പ്രയാസമില്ല. സാധാരണ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന കച്ചവട സംഘം പോകുന്ന വഴിയും അത് വെട്ടിത്തെളിച്ചിട്ടുണ്ട്. വർഷങ്ങളോളം അവർ യാത്ര ചെയ്തിട്ട് വഴിമധ്യേ പ്രയാസങ്ങളില്ല. എന്നാൽ ഏറ്റവും ദുർഘടമായ നടക്കാൻ വഴി പോലുമില്ല, ഉള്ള മലയും കുന്നൊക്കെ കയറി വലിയ വലിയ കൂർത്ത പാറക്കല്ലുകൾക്കൊക്കെ മേലെ കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യണം. അങ്ങനെ വാദി ഖുദൈദ് എന്ന് പറയുന്ന ഭാഗം വിട്ട് കടന്നപ്പോൾ ശക്തമായ ദാഹം, നല്ല വിശപ്പുണ്ട്, കഴിക്കാനാണെങ്കിൽ ഭക്ഷണമല്ല, ഒന്നുമില്ല. അപ്പോഴാണ് ഒരാട്ടിടയനായ ഒരു വ്യക്തിയെ കാണുന്നത്. ഒരു ഇടയനായ വ്യക്തിയെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിക്കുകയാണ്, ലബൻ, കുടിക്കാൻ കുറച്ച് പാല് തരുമെന്ന് ചോദിച്ചു. അപ്പൊ ആ ഇടയനെ കൊടുത്ത മറുപടി, എന്റെ അരികിൽ എന്തില്ല, കറക്കാൻ പറ്റിയ ആടൊന്നും എൻ്റെ കയ്യിലില്ല. അകിടില് പാലുള്ള ആടൊന്നും എൻ്റെ കയ്യിലില്ല. ഉള്ളത് എന്താണ്? ആകെ ഒരു ഒട്ടകമാണ്. ആ ഒട്ടകത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ശൈത്യകാലത്ത് ഗർഭം ചുമന്ന അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലേക്ക് എത്തിയ ഒരു ഒട്ടകമായിരുന്നു. പക്ഷേ അതിന്റെ ഗർഭം സമയമാകുന്നതിന് മുമ്പ് തന്നെ അത് പ്രസവിച്ചു. അതില് എന്തില്ല? പാലില്ല. അതിന്റെ അകിടില് പാലില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഒട്ടകം മാത്രമാണ് എൻ്റെ അരികിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകത്തെ കാണിച്ചു തരാൻ പറഞ്ഞു. ഇടയനെ ആ ഒട്ടകത്തെ ഇങ്ങനെ കൊണ്ടുവന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അകിടിൽ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് തടവി അതിൽ അകിട് ചെറുത്തേക്കുമ്പോൾ പാല് വരെയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു പരിച കൊണ്ടുവന്നു. ആ പരിചയിലേക്ക് ഈ പാല് കറന്നു. വേറെ പാത്രങ്ങളൊന്നുമില്ല. എന്നിട്ട് പാല് കറന്ന് പരിച മുഴുവനും പാലായപ്പോൾ ആദ്യം കൊടുത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വയറ് നിറയോളം കുടിച്ചു. പിന്നെ രണ്ടാമത് കൊടുത്തത് ആർക്കാണെന്നറിയോ? ഈ അമുസ്ലിമായ ആട്ടിടയനാണ്. ആ ഇടയന് കുടിക്കാൻ കൊടുത്തു. ആ ഇടയനും വയറ് നിറച്ചു കുടിച്ചു.
മൂന്നാമതാണ് ആര് കുടിച്ചത്? ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചത്. ഈ രംഗം കണ്ട സമയത്ത് ആ ഇടയൻ ചോദിക്കാണ്, ബില്ലാഹി മന്നൻത ഫവല്ലാഹി മാ റഅയ്തു മിസ്ലക ഖത്തു. നിങ്ങൾ ആരാണ്? നിങ്ങളെ പോലൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. സത്യത്തിൽ നിങ്ങൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് ചോദിക്കാണ്, അബതുറാക തക്തുമു അലയ്യ ഹത്താ ഉഖ്ബിറുക. ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ നീ അത് മറച്ചു വെക്കോ, അഥവാ നീ പരസ്യപ്പെടുത്തൂല, നിനക്ക് ഉറപ്പ് തരുമോ എന്ന് നീ അവനക്ക് ഉറപ്പ് തരികയാണെങ്കിൽ ഞാൻ നിന്നോട് പറയാം. ആ മനുഷ്യൻ ഉറപ്പ് സത്യം ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്നി മുഹമ്മദ് റസൂലുള്ളാഹ്, ഞാനാണ് അല്ലാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ ഇടയൻ പറയാണ്, അന്തല്ലദീ തസൂമു ഖുറൈശുൻ അൻത സ്വഹാബി. ഖുറൈശികളായ ആളുകൾ പുത്തൻവാദി എന്ന് വിളിക്കുന്ന ആളുകളാണോ? പുത്തൻവാദി എന്ന് ഖുറൈശികളായ ആളുകൾ വിളിക്കണ്ടല്ലോ, ആ ആളാണോ നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നഅം ഇന്നഹും യഖൂലൂന ദാലിക. അതെ, അവരങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ പറയാണ്, ഫഅശഹദു അന്നക നബിയ്യുൻ വ അന്ന മാ ജിഅത ബിഹി ഹഖ്ഖുൻ. നബി, നിങ്ങൾ റസൂലാണെന്ന് ഞാനിത് അംഗീകരിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ പോരാൻ ഞാൻ തയ്യാറാണ്. ഞാൻ നിങ്ങളെ പിന്തുടർന്ന് വരാൻ, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് നിങ്ങളുടെ കൂടെ വരാൻ ഞാൻ തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറയാണ്, ഈ ഒരു ദിവസം അതിനനുയോജ്യമായ ദിവസമല്ല. ഇനിയൊരു ദിവസം വരാനുണ്ട്. ഞാനിപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുകയാണ്. ഇപ്പം നിങ്ങൾ എന്നെ പിന്തുടരരുത്. ഞാൻ തന്നെ വലിയ പ്രയാസത്തിലൂടെയാണ് പോകുന്നത്. എന്നാൽ ഒരു ദിവസം വരാനുണ്ട്. ഞാൻ മക്ക പിടിച്ചടക്കുന്നൊരു ദിവസം വരാനുണ്ട്. അന്ന് നിങ്ങൾ എൻ്റെ അരികിലേക്ക് വരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ നാട് വിട്ട്, കുടുംബത്തെ വിട്ട്, വീട് വിട്ട്, എല്ലാം വിട്ടു പോകുമ്പോഴും പ്രതീക്ഷ മാത്രം പ്രവാചകൻ വിട്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് തിരിച്ചു വരാൻ കഴിയും. ഈ മക്ക പിടിച്ചടക്കുന്നൊരു ദിവസം വരാനുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മക്കയിലെ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഇടയൻ. ആ ഇടയനോടൊക്കെ എത്ര മാന്യമായിട്ടായിരുന്നു ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയത്. ഒരിക്കൽ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ചില ആളുകൾ പറയാണ്, നബിയെ മുശ്രിക്കീൻ, നിങ്ങൾ മക്കയിലെ മുശ്രിക്കീങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് എതിരെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, ഇന്നി ലം ഉബ്അസ് ലആനൻ, ഞാൻ ഒരിക്കലും ശപിക്കുന്നവനായിക്കൊണ്ടല്ല നിയോഗിച്ചിട്ടുള്ളത്. മറ്റുള്ള ആളുകൾക്കെതിരെ ശാപവാക്ക് പ്രാർത്ഥിക്കുന്ന ആ രൂപത്തിലല്ല എന്നെ നിയോഗിച്ചിട്ടുള്ളത്. വഇന്നമാ ബുഇസ്തു റഹ്മതൻ, തീർച്ചയായും ഞാൻ നിയോഗിച്ചിട്ടുള്ളത് കാരുണ്യമായിക്കൊണ്ടാണ്. ഒരാൾക്കെതിരെയും ശാപവാക്ക് ഞാൻ പറയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ കഴിയും. മഹാനായ സ്വഹാബി തുഫൈൽ ബിൻ അംർ ദൗസി റഹ്മത്തുള്ളാഹിന്റെ മനോഹരമായ ഒരു ചരിത്രമാണ്. ഈ തുഫൈൽ ബിൻ അംർ ദൗസി അദ്ദേഹം മക്കയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നിന്ന് ദീന് മനസ്സിലാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് തിരിച്ച് അദ്ദേഹത്തിന്റെ ദൗസ് ഗോത്രത്തിലേക്ക് പോയി. അപ്പം അദ്ദേഹം ആ കാലഘട്ടത്തിലെ വൈദ്യശാസ്ത്രത്തിനൊക്കെ അറിയപ്പെട്ട വ്യക്തിയാണ്. ആളുകൾക്കിടയിൽ സ്ഥാനവും മാനവും ഉള്ള വ്യക്തിയായിരുന്നു തുഫൈൽ ബിൻ അംർ ദൗസി. അദ്ദേഹത്തിന്റെ ധാരണ എന്താണ്? ഞാൻ നാട്ടിലേക്ക് പോയി ഇസ്ലാമിനെ കുറിച്ചിട്ട് പറയുമ്പോഴേക്ക് എല്ലാ ആളുകളും ഇസ്ലാം മതം സ്വീകരിക്കുന്നവരാണ്. പക്ഷെ അദ്ദേഹം ദൗസ് ഗോത്രത്തിൽ പോയി ഇസ്ലാം മതത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ആരും സ്വീകരിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മദീനയിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് ശേഷം മദീനയിലേക്ക് വന്നു. ആ മനുഷ്യൻ പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ കുറേ ദൗസ് ഗോത്രത്തോട് പറഞ്ഞു, പക്ഷെ അവരാരും എന്ത് ചെയ്യുന്നില്ല, ഇസ്ലാം സ്വീകരിക്കുന്നില്ല. നബി, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദൗസ് ഗോത്രത്തിനെതിരെ പ്രാർത്ഥിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തി. ദൗസ് ഗോത്രത്തിനെതിരെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ കൈകൾ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തി. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറഞ്ഞു, ഹലക്കത്ത് ദൗസ്, ദൗസ് ഗോത്രം നശിച്ചുക, ദൗസ് ഗോത്രത്തിന്റെ മേലിൽ അള്ളാഹിന്റെ അദാബ് വരാൻ പോവുകയാണ്. കൈകൾ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുമ്മ ഹദി ദൗസൻ, അല്ലാഹുവേ ദൗസ് ഗോത്രത്തെ നീ ഹിദായത്തിലാക്കണേ. അല്ലാഹുവേ ദൗസ് ഗോത്രത്തെ നീ ഹിദായത്തിലാക്കണം. ഒരിക്കലും അവർക്കെതിരെ ശാപവാക്ക് പ്രാർത്ഥിച്ചില്ല. ഇതേ ഗോത്രത്തിലായിരുന്നു ആരുണ്ടായിരുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പിന്നീടാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. 5374 ഹദീസ്. ഈ സംഭവത്തിന് ശേഷമാണ് ആര് ഇസ്ലാം മതം സ്വീകരിക്കുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു പ്രാർത്ഥന നോക്കുകയാണെങ്കിൽ
മുസ്ലിങ്ങളായ ആളുകളോട് പോലും മാന്യമായി പെരുമാറിയിട്ടുണ്ട്. അല്ലെ? അതേപോലെ തന്നെ തായിഫിലേക്ക് പോയ സമയത്ത് ഉമ്മാന്റെ നാടാണ്, ഉമ്മാന്റെ നാട്ടിലെ ആളുകളൊക്കെ സ്വീകരിക്കുന്നു എഴുതിയിട്ടാണ് പോണത്. പക്ഷേ മസ്ഊദും അബ്ദുജാലയിലും ഹബീബും എന്നൊക്കെ തുടങ്ങുന്ന 3ഓളം നേതാക്കന്മാരായ ആളുകൾ ത്വായിഫ് മൃഗീയമായി കൊണ്ട് പ്രയാസപ്പെടുത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ നെരിയാണിന്റെ ഭാഗത്തേക്ക് കല്ലെറിഞ്ഞു എന്നുള്ളതാണ്. കാലിന്റെ നെരിയാണിന്റെ ഭാഗത്തേക്ക്, അഥവാ അവിടെ പൊട്ടിയിട്ട് വേദന സഹിക്കാൻ കഴിയാതെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണ കവചമായി നിന്നത് സെയ്ദ് ബിൻ ഹാരിസയാണ്. ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ പോയിരിക്കുന്ന സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. നബിയെ, എൻ്റെ കൂടെ മലകളുടെ ഉത്തരവാദിത്തമുള്ള മലക്കും എൻ്റെ കൂടെ ഉണ്ട്, നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ ആ സമൂഹത്തെ ഞങ്ങൾ ഇപ്പം നശിപ്പിക്കാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? വേണ്ട, പിൽക്കാലത്ത് അള്ളാഹിനെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം അവിടുന്ന് വരാനുണ്ട്. ആലോചിച്ച് നോക്കാൻ, ഇന്ന് ത്വായിഫിൽ എത്ര പള്ളികളാണ്. നമ്മളിന്ന് റിയാദിന്ന് മക്കയിലേക്ക് ഉംറക്ക് വേണ്ടി പോകുമ്പോൾ നമ്മുടെ മീഖാത്ത് പോലും തായിഫാണെങ്കിൽ ഒരിക്കലും മറ്റുള്ള ആളുകൾക്കെതിരെ ശാപവാക്ക് പ്രാർത്ഥിക്കുന്ന മുസ്ലിങ്ങളായ ആളുകളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അവസാനിപ്പിക്കണം. നമ്മൾ ഏറ്റവും ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത് എല്ലാ മേഖലയിലും മാതൃകയായിരുന്നു. ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു മകൻ എന്ന നിലയിൽ, ഒരു പിതാവ് എന്ന നിലയിൽ, ഒരു വല്യുപ്പ എന്ന നിലയിൽ, ഒരു സൈനിക നായകൻ എന്ന നിലയിൽ എല്ലാ മേഖലയിലും മാതൃകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ശദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് നബിയുടെ പേരക്കുട്ടിനെ കൊണ്ടുവന്നു. അദ്ദേഹം പറയാണ്, ഹസനാണോ ഹുസൈനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒന്നെങ്കിൽ ഹസൻ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ആരെ ഒരാളെ കൊണ്ടുവന്നു. എന്നിട്ട് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമ നിന്നു. നിസ്കാരത്തിൽ സുജൂദിൽ കിടക്കുന്ന സമയത്ത് സാധാരണ ഉള്ള ദൈർഘ്യത്തെക്കാൾ കൂടുതൽ ദൈർഘ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു. ശദ്ദാദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ സുജൂദിൽ ഇങ്ങനെ എത്തി നോക്കി, ഒന്ന് എണീറ്റ് നോക്കി, നബിക്ക് എന്തെങ്കിലും പറ്റിയോ, ശത്രുക്കളായ ആളുകൾ എന്തെങ്കിലും ആക്രമിച്ചോ എന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്തു, എൻ്റെ സുജൂദിൽ ഞാനിങ്ങനെ എത്തി നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയുടെ നബിൻ്റെ പുറത്ത് ഇങ്ങനെ കയറിക്കോളും. നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്വഹാബത്ത് ചോദിക്കാണ്, എന്താണ് നബിയെ, സാധാരണ സുജൂദിനേക്കാൾ കൂടുതലായല്ലോ, എന്തെങ്കിലും വഹി എന്തെങ്കിലും അറിഞ്ഞിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അല്ല, വലാകിൻ ഇബ്നി ഇർതഹലനി, എൻ്റെ കുട്ടി എന്നെ പുറത്ത് കയറിക്കായിരുന്നു. ഫകരിഹ്തു അൻ ഉഅ്ജിലഹു ഹത്താ യഖ്ദിയ ഹാജതഹു, അവൻ്റെ ആവശ്യം കഴിഞ്ഞ് മുമ്പായിക്കൊണ്ട് എണീക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവൻ്റെ കളി കഴിയട്ടെ എന്ന് കരുതി ഇങ്ങനെ കാത്തിരുന്നതാണ് എന്ന് ലോകത്തിൻ്റെ നേതാവായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഈ പ്രവാചകനെയാണ് വർഗീയവാദിയായി, രക്തക്കൊതിയനായി, തീവ്രവാദിയായി, സ്ത്രീലമ്പടനായിക്കൊണ്ട് ലോകത്തുള്ള ആളുകൾ ചിത്രീകരിക്കുന്നതെങ്കിൽ നമ്മൾ പഠിക്കണം, ലോകത്ത് നടന്ന യുദ്ധങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്ന യുദ്ധങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിൽ നടന്ന യുദ്ധങ്ങൾ 81 യുദ്ധങ്ങളാണ്. ആ 81 യുദ്ധങ്ങളിൽ രണ്ട് ഭാഗത്തു നിന്നും മരണപ്പെട്ട ആളുകളുടെ എണ്ണം 1018 അതേപോലെ തന്നെ ബന്ദിയായിക്കൊണ്ട് പിടിച്ചത് 5564 പേരെയാണ് ബന്ദിയായിക്കൊണ്ട് പിടിച്ചത്. ശ്രദ്ധിക്കണേ, 6564 പേര്. ഈ 6564 പേരുള്ള ആളുകളുടെ കൂട്ടത്തിൽ, ബന്ദികളുടെ കൂട്ടത്തിൽ വധിച്ചത് 2 ആളുകളെ, ഉഖബത്ത് ബിൻ അബി മുഅയ്ത്തിനെയും നദർ ബിൻ ഹാരിസിനെയും. ഈ 2 പേരെ വധിക്കാനുള്ള കാരണം എന്താണ്? അത്രത്തോളം നാട്ടിൽ കലാപമുണ്ടാക്കിയ ആളുകളാണ്, അത്രത്തോളം നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ആളുകളാണ് ഈ 2 ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് കിടക്കുമ്പോൾ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കഴുത്തിൽ കൊണ്ടുവന്നിടുന്നത് ഉഖബത്ത് ബിൻ അബി മുഅയ്ത്താണ്. അത് മാത്രമല്ല, നാട്ടിൽ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കിയ ഈ 2 പേരെ മാത്രമാണ് 5564 ബന്ദികളെ പിടിച്ചിട്ട് 2 പേരെ മാത്രമാണ് വധിച്ചത്. ബാക്കിയുള്ള എല്ലാ മനുഷ്യരെയും വെറുതെ വിട്ടിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ലോകത്ത് നടന്ന ബാക്കിയുള്ള യുദ്ധങ്ങളുടെ അവസ്ഥ എന്താ? റഷ്യൻ വിപ്ലവത്തിൽ ഏകദേശം 1 കോടി മനുഷ്യരെയാണ് കൊന്നു തള്ളിയത്. കർഷകരായ ആളുകളെ പട്ടിണിക്കിട്ട് കൊന്നത് 1 കോടി മനുഷ്യരെയാണ്. ഹിരോഷിമയിൽ 1,30,000-ഓളം വരുന്ന ആളുകളെ, നാഗസാക്കിയിൽ 75,000-ഓളം വരുന്ന ആളുകളെ, വിയറ്റ്നാം യുദ്ധത്തിൽ ഏകദേശം 40 ലക്ഷത്തോളം വരുന്ന ആളുകളെ, എന്തിനേറെ ജർമ്മൻ അടക്കി ഭരിച്ച സ്വേച്ഛാധിപതിയായ ഭരണാധികാരി എന്ന് വിശേഷിപ്പിച്ച ഹിറ്റ്ലർ ആ മനുഷ്യന്റെ ജീവിത കാലഘട്ടത്തിൽ 1944 മെയ് 14 മുതൽ ജൂലൈ 8 വരെയുള്ള കാലഘട്ടത്തിൽ 48 തീവണ്ടികളിലായി കൊണ്ട് കൊന്നു തള്ളിയത് 4,37,402 പേരെ. അഥവാ മെയ് 18 മുതൽ
മെയ് 14 മുതൽ ജൂലൈ 8 വരെയുള്ള ദിവസത്തിന്റെ ഉള്ളിൽ കൊന്നു തള്ളിയത് 4,37,402 പേരെയാണ്. അഥവാ ഒരു ദിവസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊന്നു തള്ളിയത് 56,545 പേരെ. ഇവരാരെയും തീവ്രവാദിയായിക്കൊണ്ട് ലോകം ചിത്രീകരിക്കുന്നില്ല. ഇവരാരെയും രക്തകുതിയന്മാരായിക്കൊണ്ട് വർഗീയവാദികളായിക്കൊണ്ട് ലോകം ചിത്രീകരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ രൂപത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ വിമർശനം അത് ആദ്യകാലത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട്. സഫാ കുന്നിന്റെ മുകളിൽ കയറി ആദ്യമായി കൊണ്ട് തൗഹീദ് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരൻ അബൂ ലഹബാണ് പറഞ്ഞത്, തബ്ബലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതലന, മുഹമ്മദ് നിനക്ക് നാശം, നീ ഇതിനാണ് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്. ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ വിമർശനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ ആർക്ക് വേണമെങ്കിലും വിമർശിക്കാം, പ്രവാചകന്റെ ചരിത്രം ആർക്ക് വേണമെങ്കിലും പഠിക്കാം. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കരുത്, തെറി പറയരുത് എന്ന് മാത്രമാണ് നമുക്കും പറയാനുള്ളത്. അതുകൊണ്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഇത്തരത്തിൽ ഇരുട്ടിന്റെ വേതാളന്മാരായ ആളുകളുടെ, ഇരുട്ടിന്റെ ശക്തികളായ ആളുകളുടെ പ്രവർത്തനം എന്താണ്? അവർക്കറിയാം അവരെ പറ്റി പറഞ്ഞാൽ, നമ്മളെ പറ്റി പറഞ്ഞാൽ നമ്മുടെ രക്തം തിളക്കൂല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞാൽ നമ്മുടെ രക്തം തിളക്കും, നമ്മുടെ കണ്ണ് നിറയും, നമ്മൾ തെരുവിലേക്ക് ഇറങ്ങും. അതവർക്കറിയാം. ഇത് തെരുവിലേക്ക് ഇറങ്ങുന്ന സമയത്ത് CNN-ഉം അതേപോലെ തന്നെ ബാക്കിയുള്ള ലോകത്ത് അറിയപ്പെട്ട മീഡിയകളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് പറയും, കണ്ടില്ലേ മുസ്ലിമീങ്ങൾ തീവ്രവാദികളാണ്, മുസ്ലിമീങ്ങൾ ഭീകരവാദികളാണ്. അവർ ഈ രൂപത്തിലേക്ക് ആക്കുന്നത് ആരാണ്? അത് ഇസ്ലാമും മുഹമ്മദ് നബിയാണ്. അതുകൊണ്ട് ലോകമേ, നിങ്ങൾ ആരും മുസ്ലിങ്ങളാകരുത്, നിങ്ങൾ ആരും ഇസ്ലാം മതം സ്വീകരിക്കരുത്. നമ്മളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 2005 ഡെൻമാർക്കിലെ കാരിക്കേച്ചർ, തൊടുപുഴയിലെ ക്വസ്റ്റ്യൻ പേപ്പർ, ചുങ്കപ്പാറയിലെ പുസ്തകം. ഇതൊക്കെ എന്താണ്? മുസ്ലിമീങ്ങൾ തെരുവിലേക്ക് ഇറങ്ങണം, മുസ്ലിമീങ്ങൾ കലാപം ഉണ്ടാക്കണം, മുസ്ലിമീങ്ങൾക്ക് അവരെ പറ്റി പറഞ്ഞാൽ ഒന്നും വികാരം ഉണ്ടാകൂല. എന്നാൽ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞാൽ മുസ്ലിമിന്റെ രക്തം തിളക്കും, മുസ്ലിം തെരുവിലേക്ക് ഇറങ്ങും. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുമ്പോൾ ആളുകൾ വിമർശിക്കുന്ന സമയത്തും പക്വമായിക്കൊണ്ട് പാകമായിക്കൊണ്ടായിരിക്കണം നമ്മൾ ഇടപെടേണ്ടത്. നമ്മുടെ നാട്ടിൽ കലാപം ഉണ്ടാക്കുന്ന, നമ്മുടെ നാട്ടിൽ വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന, ജീവിച്ചിരിക്കുന്ന സുന്നത്തുകളായി കൊണ്ട് മാറാൻ കഴിയണം. ഞാൻ എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം. ശ്രീനാരായണ ഗുരു പറഞ്ഞ വളരെ മനോഹരമായൊരു വാക്യമുണ്ട്, മുസ്ലിമായി മരിക്കാൻ പോലും അവകാശമില്ലാത്ത നാട്ടിൽ മുസ്ലിമായി ജീവിക്കുക എന്നുള്ളത് വിപ്ലവമാണെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കളിയാക്കുന്ന നാട്ടിൽ പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുക എന്നുള്ളത് ഒരു വിപ്ലവമാണ്. താടി നീട്ടി വളർത്തലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. മീശ വെട്ടിച്ചെറുതാക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്. നെരിയാണിക്ക് മേലെ വസ്ത്രം ധരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്. പർദ്ദ ധരിക്കൽ, സലഫി സ്കാർഫ് ധരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച മാതൃകയാണെങ്കിൽ ആ രൂപത്തിലായിരിക്കണം അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കേണ്ടത്. അതല്ലാതെ ഞാൻ എൻ്റെ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ. അതേപോലെ തന്നെ റബീഉൽ അവ്വൽ മാസമാണ് വരുന്നത്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമാണെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും അനുഷ്ഠിക്കാത്ത നബിദിനം ആഘോഷിക്കൽ ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. നമ്മൾ പഠിക്കണം, 63-ാമത്തെ വയസ്സിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത്. ഒരു തവണ പോലും നബിയുടെ ജന്മദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചിട്ടില്ല. എന്തിനേറെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, 4 ഖലീഫമാരിൽ ഒരാൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. നബിയുടെ ഭാര്യമാർ ആയിഷ ബീബി, സഫിയ ബീബി, മൈമുന ബീബി, ജുവൈരിയ റളിയല്ലാഹു അൻഹ, ഹഫ്സ ബീബി തുടങ്ങിയ ഒരാൾ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് പറയാറുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വന്നപ്പോഴാണ്. അന്ന് മദീന മുഴുവനും പ്രകാശപൂരിതമായിക്കൊണ്ട് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. എന്നാൽ മദീന മുഴുവനും കരഞ്ഞത്, മദീന ഇരുട്ട് മൂടിയതുപോലെ ആയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം കേട്ടപ്പോഴാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഒരു വിശ്വാസിക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നിലക്കും ബന്ധപ്പെടാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ പല ആളുകളും ഇതിന്റെ പേര് പറഞ്ഞിട്ട് പിരിവിന് വരും, കൊടുക്കാൻ പാടില്ല.
നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, ഇതെന്റെ പ്രവാചകന്റെ സുന്നത്തല്ല. നാട്ടിലുള്ള ആളുകൾ എന്ത് വിചാരിക്കും, പള്ളി കമ്മിറ്റിക്കാർ എന്ത് വിചാരിക്കും, അതേപോലെ തന്നെ ഖബർസ്ഥാനിൽ എന്റെ മയ്യത്ത് ചിലപ്പോൾ മറമാടാൻ പറ്റൂല എന്ന വിഷയത്തിലൊന്നും ഒരു വിശ്വാസി പേടിക്കാൻ പാടില്ല. യഥാർത്ഥ വിശ്വാസി അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥമായി കൊണ്ട് പിൻപറ്റുന്ന ഒരു വ്യക്തി ഒരിക്കലും പ്രവാചകന്റെ പേരിൽ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾക്ക് കുട പിടിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊള്ളുക, അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക. റഹ്മാനായ റബ്ബ് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അതിനനുസരിച്ച് ജീവിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടവരുടെ കബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നാളെ അല്ലാഹുവിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അല്ലാഹുവിനെ കാണുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലും അല്ലാഹു എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.